എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെസ്റ്റ്ജിയിലെ പാരാമീറ്റേഴ്സ് എന്ന അനോട്ടേഷന്റെ യൂസേജ് ആണ്. ഞാൻ എക്ലിപ്സ് ഐഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ com.testng.parameters എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ പാരാമീറ്റേഴ്സ് അനോട്ടേഷൻ ഡെമോ എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിനുള്ളിൽ ഒരു ടെസ്റ്റ്ജി ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. മെത്തേഡിന്റെ പേര് പാരാമീറ്റേഴ്സ് അനോട്ടേഷൻ ടെസ്റ്റ് എന്നാണ്. ഞാൻ ഇനി ഈ പർട്ടിക്കുലർ മെത്തേഡിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ പോവാണ്. രണ്ട് വേരിയബിൾ പാസ് ചെയ്യാൻ പോവാണ്. സ്ട്രിംഗ് ആയിട്ടുള്ള ബ്രൗസർ നെയിമും അതുപോലെ സ്ട്രിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് URL ആണ് പാസ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് വേരിയബിളിനും വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് testng.xml ഫയലിൽ നിന്നാണ്. ഞാൻ ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, testng കൺവേർട്ട് ടു testng. ഇനി testng.xml എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഈ ഫയലിന്റെ പേര് മാറ്റി കൊടുക്കുവാണ്, പാരാമീറ്റേഴ്സ് എന്നാക്കുന്നു. testng parameters.xml എന്നാക്കി. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഒരു ടെസ്റ്റ് മെത്തേഡും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ടെസ്റ്റിന്റെ പേര് test1 എന്നാക്കി. അതിനുശേഷം ഇത്രയും ഭാഗം കോപ്പി ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഇത് test2 ആക്കി. ത്രെഡ് കൗണ്ട് നമുക്ക് ആവശ്യമില്ല, അത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. ഇനി പാരാമീറ്റർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. പാരാമീറ്റർ ടെസ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പാരാമീറ്റർ സ്യൂട്ട് ടാഗിന്റെ ഉള്ളിലും ആഡ് ചെയ്യാൻ പറ്റും. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് ടാഗിന്റെ അകത്ത് പാരാമീറ്റർ എന്ന ടാഗ് എങ്ങനെ ആഡ് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ ടെസ്റ്റ് ടാഗിന്റെ താഴെ പാരാമീറ്റർ എന്നുള്ള സജഷൻ ആയിട്ട് വരും. PA എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാരാമീറ്ററിന് ഒരു നെയിം കൊടുക്കുക. ഞാൻ ബ്രൗസറിന് കൊടുക്കുന്നു നെയിം, വാല്യൂ ഫ്രോം. അതുപോലെ ഒരു പാരാമീറ്ററും കൂടെ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. URL എന്നാണ് ഞാൻ ആ പാരാമീറ്ററിന് പേര് കൊടുക്കുന്നത്. ഈ URL ഇനി ഒരു വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. URL-ന് ഒരു വാല്യൂ കൊടുത്തു. ഇനി ഈ രണ്ട് പാരാമീറ്ററും സെക്കൻഡ് ടെസ്റ്റ് മെത്തേഡിനും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ടെസ്റ്റ് ടാഗിന്റെ അണ്ടറിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിനുശേഷം വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ക്രോം എന്നുള്ളത് ഫയർഫോക്സ് ആക്കി. അതുപോലെ URL-ന്റെ വാല്യൂ QA എന്നുള്ളത് മാറ്റി സ്റ്റേജ് എന്നാക്കി. ഇനി അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി Ctrl+Shift+F എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഫയൽ സേവ് ചെയ്തു. ഇനി ഈ പാരാമീറ്റർ ടാഗിൽ നിന്ന് പാസ് ചെയ്യുന്ന വാല്യൂ നമ്മുടെ ടെസ്റ്റ് മെത്തേഡിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി testng ഒരു അനോട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. @parameters എന്നുള്ള അനോട്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മൾട്ടിപ്പിൾ പാരാമീറ്റർ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേളി ബ്രേസ് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ ആ വാല്യൂ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ ബ്രൗസറിന്റെ വാല്യൂം പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ URL-ന്റെ വാല്യൂം പാസ് ചെയ്യുന്നുണ്ട്. അപ്പം മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേളി ബ്രേസ് യൂസ് ചെയ്യണം. കേളി ബ്രേസ് യൂസ് ചെയ്ത ശേഷം ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുത്ത അതേ നെയിം തന്നെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം കോമ ഇട്ടതിന് ശേഷം വീണ്ടും URL എന്നുള്ള
പാരാമീറ്ററിൻ്റെ ആ പേരും കൂടെ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റ് സ്പെല്ലിങ് നോക്കി കൊടുക്കണം. ബ്രൗസർ URL കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ testng parameters.xml എന്നുള്ള ഫയൽ റൺ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് 2 തവണ എക്സിക്യൂട്ട് ആവും. ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ആവുമ്പോൾ ബ്രൗസർ എന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ ആയ ക്രോം ഇവിടെ സ്റ്റോർ ആകും. അതിനുശേഷം ആ സ്റ്റോർ ആയ വാല്യൂ ബ്രൗസർ നെയിമിലേക്ക് വരും. അതുപോലെ URLൻ്റെ വാല്യൂ അതേ രീതിയിൽ ടെസ്റ്റ് URL എന്നുള്ള വേരിയബിളിലേക്ക് വരും. അങ്ങനെ ഈ ടെസ്റ്റ് മെത്തേഡ് 2 തവണ എക്സിക്യൂട്ട് ആകും. കാരണം നമ്മൾ ടെസ്റ്റായി 2 തവണ ഈ testing.xml ഫയലിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആ വരുന്ന വാല്യൂ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ പോവാണ് ഞാൻ. SYSO browser name is അതുപോലെ URLൻ്റെ വാല്യൂം കൂടെ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ് ഞാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മെത്തേഡിന് പാരാമീറ്റർ ഏത് ഓർഡറിലാണോ കൊടുത്തത് അതേ ഓർഡറിൽ തന്നെ പാരാമീറ്റേഴ്സ് എന്ന അനോട്ടേഷൻ്റെ അകത്തും പാരാമീറ്ററിൻ്റെ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. അതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. ഇനി ഞാൻ testng parameters.xml എന്നുള്ള ഫയൽ റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് മെത്തേഡ് 2 തവണ എക്സിക്യൂട്ട് ആവും. അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ബ്രൗസറിൻ്റെ നെയിം ക്രോം എന്ന് വന്നു. അതുപോലെ ടെസ്റ്റ് URLൻ്റെ ലിങ്ക് qa.source.demo എന്നുള്ള വന്നു. അതിനുശേഷം ഫയർഫോക്സിൻ്റെ വാല്യൂ ബ്രൗസർ നെയിമായിട്ട് വന്നു. അതിനുശേഷം page.source.demo എന്നുള്ള URL വന്നു. അപ്പം ഇങ്ങനെയാണ് പാരാമീറ്റർ ടാഗ് യൂസ് ചെയ്ത് വാല്യൂസ് പാസ് ചെയ്ത ശേഷം ടെസ്റ്റ് മെത്തേഡ് എഴുതിയിരിക്കുന്ന ക്ലാസ്സിൽ @parameters എന്ന ടെസ്റ്റിംഗ് അനോട്ടേഷൻ യൂസ് ചെയ്ത് വാല്യൂസ് മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 2 ടെസ്റ്റ് മെത്തേഡും ക്രോമിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ വാല്യൂ ഫയർഫോക്സ് എന്നുള്ളത് ക്രോം ആക്കി. ഇപ്പോൾ 2 ടെസ്റ്റ് മെത്തേഡും സെയിം ബ്രൗസറിൽ തന്നെ റൺ ചെയ്യേണ്ടതുകൊണ്ട് നമുക്കിവിടെ ഈ ടെസ്റ്റ് ടാഗിനുള്ളിൽ ഇത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഈ 2 ലൈന് നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം ഈ പർട്ടിക്കുലർ ടാഗ് സ്യൂട്ട് ലെവലിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 2 ടെസ്റ്റ് മെത്തേഡിനും ആ പാരാമീറ്റർ കോമൺ ആയിട്ട് വർക്കാവും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ ടാഗ് ഞാൻ സ്യൂട്ട് ലെവലിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യുവാണ്. ഇനി അപ്പം റൺ ചെയ്യുമ്പോൾ ബ്രൗസറിൻ്റെ വാല്യൂ സ്യൂട്ട് ലെവലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ടാഗിൽ നിന്നായിരിക്കും ഈ പർട്ടിക്കുലർ മെത്തേഡിലേക്ക് കിട്ടുന്നത്. നമുക്കത് വെരിഫൈ ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ റൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം ക്രോം ആണ് വന്നത്, സെക്കൻഡ് ടൈം ഫയർഫോക്സ് ആണ്. ഇനി റൺ ചെയ്യുമ്പോൾ 2 തവണയും ക്രോമിൻ്റെ പേരായിരിക്കും ബ്രൗസർ നെയിമായിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ testing.xml ഫയൽ റൺ ചെയ്യുവാണ്.
നമ്മുടെ ഫയലിന്റെ പേര് testng parameters.xml എന്നുള്ളതാണ്. ഞാൻ ഈ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. രണ്ടും ക്രോം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വാല്യൂ ഇത്തവണ സ്യൂട്ട് ടാഗിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ടാഗിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ ഒരു പാരാമീറ്റർ തന്നെ നമ്മൾ ടെസ്റ്റ് ടാഗിലും കൂടെ മെൻഷൻ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ പ്രിഫറൻസ് ഏതിനാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ടാഗ് എഴുതിയിരിക്കുന്നത് ഞാൻ അൺകമന്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം വാല്യൂ ക്രോം എന്നുള്ള മാറ്റി ഫയർഫോക്സ് ആക്കുന്നു. അതുപോലെ ഈ ടാഗ് അൺകമന്റ് ചെയ്യുന്നു. വാല്യൂ ഞാൻ എഡ്ജ് എന്നാക്കുന്നു. ഇനി ഈ testng parameters.xml ഫയൽ റൺ ചെയ്യുമ്പോൾ സെയിം പാരാമീറ്റർ നെയിമുള്ള ടാഗ് സ്യൂട്ട് ലെവലിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടെസ്റ്റ് ലെവലിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ പ്രിഫറൻസ് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ടെസ്റ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ടാഗിനായിരിക്കും പ്രിഫറൻസ്. അപ്പം ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബ്രൗസർ നെയിം ഈസ് ഫസ്റ്റ് ടൈം ഫയർഫോക്സ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. അതിനുശേഷം എഡ്ജ് എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ സ്യൂട്ട് ലെവലിലും ടെസ്റ്റ് ലെവലിലും സെയിം പാരാമീറ്റർ നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് എപ്പോഴും ടെസ്റ്റ് ലെവലിൽ എഴുതിയിരിക്കുന്ന പാരാമീറ്ററിനായിരിക്കും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ testng parameters.xml എന്ന ഫയൽ റൺ ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. ഫയർഫോക്സ് എന്നുള്ളത് വന്നു, അതുപോലെ എഡ്ജ് എന്നുള്ളതും വന്നു. ഇനി ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ടാഗിന്റെ അണ്ടറിൽ എഴുതിയിരിക്കുന്ന പാരാമീറ്റർ ടാഗ് കമന്റ് ചെയ്യുവാണ്. സോഴ്സ് ആഡ് ബ്ലോക്ക് കമന്റ്. ഇനി ഞാൻ ഈ XML ഫയൽ റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബ്രൗസറിന്റെ നെയിം ക്രോം എന്ന് വരും. കാരണം ടെസ്റ്റ് ലെവലില് ബ്രൗസർ എന്ന പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ സ്യൂട്ട് ലെവലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വാല്യൂ ആയിരിക്കും കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരുന്നത്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. ക്രോം എന്നുള്ളത് വന്നു, അതുപോലെ എഡ്ജ് എന്നുള്ളതും വന്നു. ഇനി ഞാൻ സ്യൂട്ട് ലെവലിൽ ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ടാഗ് കമന്റ് ചെയ്യുവാണ്. അതുപോലെ ഓൾറെഡി ടെസ്റ്റ് ടാഗിന്റെ അണ്ടറിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് 1 എന്നുള്ള ടെസ്റ്റിന്റെ പാരാമീറ്റർ എന്നുള്ള ടാഗ് ഓൾറെഡി കമന്റഡ് ആണ്. ഈ ഒരു കേസിൽ ഈ testng parameters.xml റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. ഒരു ഫെയിലർ വന്നിട്ടുണ്ട്. അത് വരാനുള്ള റീസൺ കൊടുത്തിട്ടുണ്ട്. പാരാമീറ്റർ ബ്രൗസർ ഈസ് റിക്വയർഡ് ബൈ @test on method parameters annotation test but has not been marked as optional or defined. അതായത് നമ്മൾ ഇവിടെ testng parameters.xml ഫയലിനകത്ത് ഇത് കമന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി testng ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. @optional എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ എറർ ഒഴിവാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ സ്ട്രിംഗ് ബ്രൗസർ നെയിമിന്റെ അവിടെ @optional എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുവാണ്. അതിനുശേഷം ആ ഓപ്ഷണൽ ആയിട്ടുള്ള എന്ത് വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഇനി ഈ testng parameters.xml റൺ ചെയ്യുമ്പോൾ കൺസോളിൽ ഫസ്റ്റ് ടൈം ബ്രൗസർ നെയിം ഈസ് ക്രോം എന്നുള്ളത് വരും. കാരണം നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ പാസ് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ പാസ് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷണൽ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും.
സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ആകുമ്പോൾ ബ്രൗസർ നെയിം എഡ്ജ് തന്നെയായിട്ട് കൺസോൾ പ്രിന്റ് ചെയ്ത് വരും. കാരണം ഇവിടെ ആ പാരാമീറ്റർ നമ്മൾ കമന്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. റൺ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG Tutorials. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഓപ്ഷണൽ എന്ന ആ ആട്രിബ്യൂട്ടിനകത്ത് പാസ് ചെയ്ത വാല്യൂ പ്രിന്റ് ചെയ്ത് കൊണ്ടുണ്ട്. അതുപോലെ ബ്രൗസർ നെയിം ഈസ് എഡ്ജ് എന്നുള്ളതും കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് TestNG പാരാമീറ്റേഴ്സ് എന്ന അനോട്ടേഷൻ്റെ യൂസേജ്. അതുപോലെ പാരാമീറ്റർ എന്ന ടാഗ് TestNG XML ഫയലിനകത്ത് ആഡ് ചെയ്ത് വാല്യൂ പാസ് ചെയ്യുന്നത്. ആ പാസ് ചെയ്ത വാല്യൂ ഈ അനോട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് വേരിയബിളിലേക്ക് പാസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേരിയബിൾസിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കുന്നത് പ്രിഫറൻസിൻ്റെ കാര്യമാണ്. പാരാമീറ്റർ സെയിം പാരാമീറ്റർ ടെസ്റ്റ് ടാഗിൻ്റെ അണ്ടറിലും സ്യൂ ടാഗിൻ്റെ അണ്ടറിലും കൊടുത്തു കഴിഞ്ഞാൽ പ്രിഫറൻസ് എപ്പോഴും ടെസ്റ്റ് ടാഗിൻ്റെ അണ്ടറിൽ കൊടുത്ത പാരാമീറ്റർ ആണ്. അതുപോലെ ഒരു പാരാമീറ്റർ testng.xml ഫയലിൽ നിന്ന് പാസ് ആകാത്ത കേസുകളിൽ ബൈ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് @option എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ആ എറർ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.